ഡൽഹി ഇനി പടക്കളം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് ഡൽഹി ഇനി രൗദ്രമാകും. ഡൽഹി നിയമസഭയിൽ 70 സീറ്റുകളിൽ ഫെബ്രുവരി 5-ന് ഇലക്ഷൻ നടക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഫലം 8-നുമായിരിക്കും. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ജനുവരി 17-നാണ്. സൂക്ഷ്മ പരിശോധന 18-നും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 20-നുമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 3 പാർട്ടികളുടെയും അണിയറയിൽ നിന്ന് ഉയരുന്ന പുകപടലം കാണുമ്പോൾ AAPയും BJPയും കോൺഗ്രസും തമ്മിലുള്ള കടുത്ത ത്രികോണ മത്സരത്തിനാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അഴിമതി ആരോപണങ്ങളോട് പൊരുതുന്ന ഭരണകക്ഷിയായ AAP അതിനെയൊക്കെ മറികടന്ന് വിജയം കൊയ്യുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ഡൽഹിയുടെ അങ്കത്തട്ടിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് 3 പാർട്ടികളും ഏറ്റുമുട്ടുമ്പോൾ അത് ജനാധിപത്യവും സ്വേച്ഛാധിപത്യത്തിന്റെയും യുദ്ധക്കളമായി മാറും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച നിമിഷം മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു കഴിഞ്ഞു. സുലഭമായ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടികളൊക്കെ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 2015-ലെയും 2020-ലെയും തെരഞ്ഞെടുപ്പുകളിൽ 67-ഉം 62-ഉം സീറ്റുകൾ നേടി AAP തൂത്തുവാരുകയായിരുന്നു. കഴിഞ്ഞ വർഷം മദ്യനയ കേസിൽ ജയിലിൽ പോയ കെജ്രിവാൾ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിയും വെച്ചിരുന്നു. ഡൽഹിയിലെ ജനങ്ങൾ തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന മുറയ്ക്ക് താൻ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് കെജ്രിവാൾ ഉറപ്പിച്ചു പറയുന്നത്. ഇക്കുറി അധികാര ദുർവിനിയോഗവും വിലക്കയറ്റവും അഴിമതിയും കൊണ്ട് രാക്ഷസീയ ഭാവം കൊണ്ട് കിരാത വാഴ്ച നടത്തുന്ന BJPയെ തോൽപ്പിക്കാൻ സ്ത്രീകളെയും പ്രായമായവരെയും ലക്ഷ്യമിട്ട് നിരവധി ക്ഷേമ പദ്ധതികളാണ് AAP പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റ അക്കത്തിലേക്ക് ഒതുങ്ങിയ BJP 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ തലസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലുമാണ്. 15 വർഷം ഡൽഹി ഭരിച്ച കോൺഗ്രസ് 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഇപ്പോൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അഴിമതി കേസുകളിൽപ്പെട്ട AAPക്ക് ഇത് പ്രസ്റ്റീജ് യുദ്ധമാണ്. കഴിഞ്ഞ വർഷം മദ്യനയ കേസിൽ ജയിലിൽ പോകുകയും പിന്നീട് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കെജ്രിവാൾ മന്ത്രിസ്ഥാനം രാജിവെക്കുകയുമായിരുന്നു. പ്രതീക്ഷ ഉപേക്ഷിക്കാതെ ഡൽഹിയിലെ ജനങ്ങൾ തന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് AAP വീണ്ടും ഡൽഹിയിൽ തലപ്പത്തെത്തുമെന്ന് കെജ്രിവാൾ ഉറച്ചു തന്നെ വിശ്വസിക്കുകയാണ്. ക്ഷേത്ര പൂജാരിമാർക്കും ഗുരുദ്വാര ഗ്രന്ഥികൾക്കും പ്രതിമാസം 18,000 രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് BJPയുടെ ചുനാവി ഹിന്ദു ചാർജ് അസാധുവാക്കാൻ മൃദു ഹിന്ദുത്വത്തിന്റെ വഴിയും സ്വീകരിച്ചിരിക്കുകയാണ് AAP. ഇതിനിടെയാണ് ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ക്ലീൻ സ്വിപ്പിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നേടിയ തകർപ്പൻ വിജയത്തിലും ഉത്തേജനം നേടിയ BJP ഭരണകക്ഷിക്കെതിരെ രൂക്ഷമായ ദുരന്തമെന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ആപ്താക്കോ ഹദാനാ ഹേ BJPക്കോ ലാനാ ഹേ. BJP അധികാരത്തിലെത്തിച്ച് ഭീഷണി ഇല്ലാതാക്കണം എന്ന് കഴിഞ്ഞ ആഴ്ച BJPയുടെ തിരഞ്ഞെടുപ്പ് ബ്യൂഗിൽ മുഴക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് പറഞ്ഞത്. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡൽഹി മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിന്റെ അഴിമതി ആക്രമണം ഇരട്ടിയാക്കാൻ ശീഷ് മഹൽ എന്ന് വിളിക്കപ്പെടുന്ന അതിഗംഭീരമായ നവീകരണവും എടുത്തു കാണിക്കുകയുണ്ടായി. കെജ്രിവാൾ, മനീഷ് സിസോദിയ, ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ്, മുൻ ഡൽഹി മന്ത്രി സത്യേന്ദ്ര ജെയിൻ എന്നിവരെ അഴിമതി കേസിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് BJPക്കും കോൺഗ്രസിനും ഭരണകക്ഷിയെ ആക്രമിക്കാനുള്ള ആയുധം ഇട്ടുകൊടുക്കുകയായിരുന്നു. ആം ആദ്മി പാർട്ടിയും BJPയും തങ്ങളുടെ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഇതുവരെ യഥാർത്ഥ നിലപാട് പുറത്തു വിട്ടിട്ടുമില്ല. തിങ്കളാഴ്ച കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്യാരി ദീദി യോജന പ്രകാശനം ചെയ്തത് മാത്രമാണ് കോൺഗ്രസിന്റെ ഒരു തിരഞ്ഞെടുപ്പ് നീക്കമെന്ന് എടുത്തു പറയേണ്ടത്. ഡൽഹിയിലെ യോഗ്യരായ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 2,500 രൂപ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. പ്രതിമാസം 2,100 രൂപ വാഗ്ദാനം ചെയ്യുന്ന AAPയുടെ മഹിളാ സമാൻ യോജനയുടെ കൗണ്ടറായാണ് ഇത് കാണേണ്ടത്. കെജ്രിവാൾ ഡൽഹിയിൽ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ആപ്പിനോടുള്ള ജനപിന്തുണയിൽ പതറിയ BJP നീക്കങ്ങൾ ആരംഭിച്ചു എന്നതിന്റെ തെളിവാണ് കെജ്രിവാളിനെ ചുറ്റും നിന്ന് ആക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിഷി മർലേനയെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 3 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് കത്ത് മുഖേന അതിഷിയെ പുറത്താക്കുന്നത്. തുടർന്ന്
മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും മാധ്യമങ്ങളുമായി എത്തിയ AAP പാർട്ടി നേതാക്കളെ പോലീസ് തടഞ്ഞുവെച്ചു. കേന്ദ്രത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ ലോകം അറിയും എന്നതിനാലാണ് പോലീസിനെ ഉപയോഗിച്ച് ഇതൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് AAP പറഞ്ഞു. എന്ത് കുതന്ത്രങ്ങൾ കൊണ്ടും ഇലക്ഷനിൽ അട്ടിമറി വിജയം കൊയ്യാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് BJP. പക്ഷേ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിലെ മോദി അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശവും നെഹ്റു ഗാന്ധി കുടുംബത്തിനെതിരെ പ്രയോഗിച്ച വാക്ശരങ്ങളും മോദി അദാനി അഴിമതി കൂട്ടുകെട്ടുമൊക്കെ ഇടുത്തിയായി അവർക്ക് തന്നെ തലവേദനയാകുമെന്നതിൽ BJPക്ക് തന്നെ തർക്കമില്ലാത്ത കാര്യമാണ്. പോർക്കളത്തിലെ ഏറ്റുമുട്ടലുകളിൽ ആരുടെ രഥം ഉരുളും എന്നതും ഏത് രഥം തകരും എന്നതും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.